നമസ്കാരം. അത്യന്തം ഗൗരവമേറിയ ഒരു വിഷയം സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് 2025-26 ബഡ്ജറ്റ് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ മുഖ്യധാര പത്രമാധ്യമങ്ങളോ രാഷ്ട്രീയ ഇടതോ വലതോ ആരായിക്കൊള്ളട്ടെ, ഇവരാരും തന്നെ ചർച്ച ചെയ്യാത്ത ഒരു അത്യന്തം ഗൗരവമായ ചില പ്രശ്നങ്ങൾ നമ്മുടെ ബഡ്ജറ്റിലുണ്ട്. അത് സാധാരണക്കാരായ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഞാനും നിങ്ങളുമടങ്ങുന്ന സാധാരണക്കാരായ മനുഷ്യർ ഈ രാജ്യത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ എത്രമാത്രം ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി അത് തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഈ ബഡ്ജറ്റിലുണ്ടോ എന്നുള്ളതും, നാളത്തെ ഭാവിക്ക് വേണ്ടി നാം എന്താണ് ബഡ്ജറ്റിൽ കരുതി വച്ചിരിക്കുന്നത് എന്നുള്ളതും നാം ആലോചിക്കേണ്ട വിഷയമാണ്. 50.65 ലക്ഷം കോടി രൂപയാണ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ആകെ തുക. എന്നാൽ ഈ ബഡ്ജറ്റിൻ്റെ 31% തുക നാം കണ്ടെത്തേണ്ടത് മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ്. അഥവാ പലിശക്ക് പണം എടുത്തിട്ട് വേണം നാം നമ്മുടെ ബഡ്ജറ്റിൻ്റെ 15 ലക്ഷം കോടി രൂപ, കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 31% തുക നമ്മുടെ രാജ്യത്ത് കണ്ടെത്തേണ്ടത് പലിശക്കെടുത്തിട്ടാണ്. ഇങ്ങനെ നാം കടമെടുക്കുന്ന തുക യഥാർത്ഥത്തിൽ നാം ചെലവഴിക്കേണ്ടത് രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടാണ്, അഥവാ മൂലധന നിക്ഷേപത്തിലേക്കാണ് നാം ചെലവഴിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ രാജ്യത്തിൻ്റെ നിലവിൽ നാം കടമെടുത്ത തുകയുടെ പലിശ മാത്രം നമുക്ക് ഒരു വർഷം 12.65 ലക്ഷം കോടി രൂപ നമ്മുടെ നിലവിലുള്ള കടത്തിൻ്റെ പലിശ മാത്രം അടക്കാൻ നമുക്ക് വേണം. അഥവാ നാം ഇപ്പോൾ പുതുതായി എടുക്കുന്ന ലോൺ നാം തിരിച്ച് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ലോണുകളുടെ പലിശ മാത്രം അടച്ചു തീരുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. യഥാർത്ഥത്തിൽ നാടിന്, രാജ്യത്തിന് GDP-യിൽ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നാം പുതുതായി എടുക്കുന്ന ലോൺ തീർച്ചയായിട്ടും മൂലധന നിക്ഷേപത്തിലേക്കാണ് പോകേണ്ടത്. പക്ഷേ മറിച്ച് നിലവിൽ രാജ്യം ഭരിച്ചിരുന്ന മുഴുവൻ സർക്കാരുകളും രാജ്യമെല്ലാം കട്ടുമുടിച്ചത് മൂലം വീണ്ടും കടമെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നാം പോകുന്നത്. അതിൻ്റെ ഫലമായി നാം 15.65 ലക്ഷം കോടി രൂപ കടമെടുക്കുന്നുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ബഡ്ജറ്റിൻ്റെ 31% നാം കണ്ടെത്തേണ്ടത് കടമെടുത്താണ്. എന്നാൽ ഈ തുക, കടമെടുക്കുന്ന തുക മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റിയാൽ മാത്രമാണ് രാജ്യത്തിൻ്റെ GDP ഉയരുകയുള്ളൂ. പക്ഷേ ദൗർഭാഗ്യകരമായി എന്ന് പറയട്ടെ, ഈ പണം പോകുന്നത് നിലവിലെടുത്ത ലോണിൻ്റെ പലിശ കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് മാത്രമാണ്. അങ്ങനെ പോയാൽ എങ്ങനെ നാട് വികസിക്കും? നാടിൽ അങ്ങനെ വികസനം വരും? ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക നയവുമായാണ് നാം മുന്നോട്ട് പോകുന്നതെങ്കിൽ അടുത്ത 10 വർഷത്തിനുള്ളിൽ ഏകദേശം 2034 ആവുമ്പോഴേക്കും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കടം 700 ലക്ഷം കോടി രൂപയാകും. 700 ലക്ഷം കോടി രൂപയ്ക്ക് നമ്മുടെ രാജ്യം അടക്കേണ്ടി വരുന്ന പലിശ എന്ന് പറയുന്നത് 49 ലക്ഷം കോടി രൂപയാകും. ഇത്തരത്തിലുള്ള ഒരു തുക പലിശ അടയ്ക്കേണ്ട ഗതികേട് നമ്മുടെ രാജ്യത്തിന് വന്നാൽ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇപ്പോൾ തന്നെ നമ്മുടെ ബഡ്ജറ്റ് 50 ലക്ഷം കോടിയാണ്, 50.65 ലക്ഷം കോടിയാണ്. ഇതിൽ ബഡ്ജറ്റ് പ്രകാരം തന്നെ 12.65 ലക്ഷം രൂപ എക്സിസ്റ്റിംഗ് ഉള്ള ലോണുകളുടെ പലിശ അടക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണ്. അല്ലാതെ നമ്മൾ മെനഞ്ഞുണ്ടാക്കുന്ന ഒരു കള്ളക്കഥയൊന്നും തന്നെയല്ല, ബഡ്ജറ്റിൻ്റെ രേഖയാണ്. ബഡ്ജറ്റിൻ്റെ രേഖ പരിശോധിച്ചാൽ നിങ്ങൾക്കത് എല്ലാവർക്കും ഓൺലൈനിൽ അവൈലബിൾ ആണ്. ബഡ്ജറ്റിൻ്റെ രേഖ അത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാം പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മുടെ 50 ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റിൽ 15 ലക്ഷം കോടി രൂപ, 15.76 ലക്ഷം കോടി രൂപ നാം കണ്ടെത്തുന്നത് കടമെടുത്താണ്. നമ്മുടെ വരുമാനം യഥാർത്ഥത്തിൽ 35 ലക്ഷം കോടി രൂപ മാത്രമാണ്. ബാലൻസ് പോരായിക വരുന്ന തുക നാം കണ്ടെത്തുന്നത് ബാങ്കുകളിൽ നിന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം ലോൺ എടുത്തിട്ടാണ് നാം ആ പണം കണ്ടെത്തുന്നത്.
പക്ഷേ ഈ പണവും എക്സിസ്റ്റിംഗ് ഇതിനു മുമ്പെടുത്ത രാജ്യത്തിൻ്റെ കടവും എല്ലാം ചേർത്ത് നമുക്ക് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ 12.65 ലക്ഷം കോടി രൂപയുടെ അടുത്ത് നമ്മൾ പലിശ അടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് നാം പോകുന്നതെങ്കിൽ, അഥവാ നമ്മൾ കടമെടുക്കുന്ന തുക പലിശ അടക്കുന്ന പർപ്പസിലേക്കാണ് പോകുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് ചെലവഴിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇത്തരത്തിലാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ 10 വർഷമാകുമ്പോഴേക്കും ഏകദേശം 700 ലക്ഷം കോടി രൂപയാകും നമ്മുടെ കടം. അങ്ങനെ സംഭവിച്ചാൽ നാം ഒരു മാസം അടയ്ക്കേണ്ട പലിശ മാത്രം, ഒരു വർഷം നമ്മുടെ ബഡ്ജറ്റ് പ്രകാരം നാം അടയ്ക്കേണ്ട പലിശ മാത്രം ഏകദേശം 49 ലക്ഷം കോടി രൂപ വരും. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ രാജ്യത്തിന് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കും? ഗവൺമെന്റിന് എങ്ങനെ സേവന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും? ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകും. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ, രാഷ്ട്രീയ പ്രവർത്തകർ, രാജ്യസ്നേഹികളായ ആളുകൾ ചെയ്യേണ്ടത് രാജ്യ പുരോഗതിക്കായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് ചെലവഴിക്കാനുള്ള ഫണ്ട് ജനങ്ങളുടെ കയ്യിൽ വേണം. നിലവിലുള്ള സാഹചര്യത്തിൽ ഡീസൽ റേറ്റ് 95 രൂപയും രാജ്യത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻഡിൽ തീർന്ന ക്വാർട്ടറിൽ റിസർവ് ബാങ്ക്, RBIയും എല്ലാം വിചാരിച്ച തരത്തിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിചാരിച്ച തരത്തിലുള്ള GDP രാജ്യത്തിന് വന്നില്ല. 2% കുറഞ്ഞുപോയി എന്നുള്ളത് പറഞ്ഞത് വേറെ ആരും തന്നെയല്ല, റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ് ഒഫീഷ്യലി അത് ഡിക്ലെയർ ചെയ്യുന്നത്. നാം ആലോചിക്കേണ്ടത്, ഡിസംബർ എൻഡ് ആയിട്ടുള്ള ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ദീപാവലി, ദസറ എല്ലാം കഴിഞ്ഞ ഒരു സീസണാണ്. ആ സീസണിൽ പോലും രാജ്യത്ത് GDP പ്രതീക്ഷിച്ചതിൽ നിന്ന് 2% കുറഞ്ഞു എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. വാർത്ത എന്ന് പറയുന്നത് അതിലപ്പുറം അതൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ ശക്തമായ മൂലധന നിക്ഷേപങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുകയും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നാം ഏതെങ്കിലും തരത്തിൽ കുറച്ച് ഗിമിക്കുകളോ പൊടിക്കൈകളോ കാണിച്ചത് കൊണ്ടൊന്നും തന്നെ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി 3 കോടി ജനത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഗവൺമെന്റ് കണക്ക് പ്രകാരം തന്നെ 3 കോടി ജനത്തിന് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 145 കോടിയാണ് നമ്മുടെ ജനസംഖ്യ. ഈ 145 കോടിയിൽ ഏകദേശം തൊഴിലെടുക്കുന്ന ആളുകളുടെ സംഖ്യ എടുത്താൽ 36 കോടിയാണ് വരുന്നത്. അതിൽ 8% ആളുകളുടെ തൊഴിൽ ഓൾറെഡി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ നിലനിന്നാൽ വീണ്ടും തൊഴിലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. അങ്ങനെ തൊഴിലുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയും ഇത്തരത്തിൽ ലോണുകൾ എടുത്തു കൂട്ടുന്ന അവസ്ഥയും വന്നാൽ 10 വർഷത്തിൽ 700 ലക്ഷം കോടി രൂപ നമ്മുടെ ഇന്ത്യയുടെ ആകെ മൊത്തം കടം വരും. അപ്പോൾ നമുക്ക് 2034 ആകുമ്പോഴും നാം കൊടുക്കേണ്ട പലിശ മാത്രം 49 ലക്ഷം കോടി വരും. ഇത്തരത്തിൽ സാഹചര്യം വന്നാൽ ഗവൺമെന്റ് ആശുപത്രികളിൽ കൊടുക്കാൻ ഫണ്ട് ഉണ്ടാവുകയില്ല, സേവന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ ഫണ്ട് ഉണ്ടാവുകയില്ല, ക്ഷേമ പെൻഷനുകൾക്ക് ഫണ്ട് ഉണ്ടാവുകയില്ല, സബ്സിഡിക്ക് ഫണ്ട് ഉണ്ടാവുകയില്ല. അങ്ങനെ എല്ലാ സേവന മേഖലകളിൽ നിന്നും ഗവൺമെന്റ് പിൻവാങ്ങേണ്ട അവസ്ഥ വരും. ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നാം ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ആ ലോൺ എടുക്കുന്നത് രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, മൂലധന നിക്ഷേപങ്ങൾക്ക് ആയിരിക്കണം. നേരെ മറിച്ച് ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴത്തെ നമ്മുടെ ബഡ്ജറ്റിന്റെ 50 ലക്ഷം കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ 15.65 ലക്ഷം കോടി രൂപ 15.76 ലക്ഷം കോടി രൂപ കടമെടുക്കുമ്പോൾ നാം 12.76 ലക്ഷം കോടി രൂപ പലിശ കൊടുക്കാൻ ഉപയോഗിക്കുകയാണ്. ഇത്തരത്തിൽ പോയാൽ നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ സ്വാഭാവികമായും നാം ആ അവസ്ഥയിൽ ചെന്ന് ചാടും. അപ്പോൾ ആ അവസ്ഥ വരാതിരിക്കാൻ ദയവ് ചെയ്ത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും രാജ്യസ്നേഹികളായ ആളുകളും എല്ലാം തന്നെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ഗവൺമെൻറ് വളരെ നല്ല രീതിയിലുള്ള വലിയ പദ്ധതികളോടുകൂടിയും ആസൂത്രണത്തോടും കൂടിയുമുള്ള നീക്കത്തിലൂടെ മാത്രമേ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വരാനിരിക്കുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ടത് അഴിമതി നിയന്ത്രിച്ച് സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കുക. കടമെടുക്കുന്ന പണം വികസനത്തിനായി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പലിശ അടയ്ക്കാനല്ല. നികുതി കുറച്ച് ജനങ്ങളെ സഹായിക്കുന്ന നയങ്ങൾ കൊണ്ടുവരിക. MSMEകൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും ലളിതമായ വായ്പാ സംവിധാനം ഒരുക്കുക. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗവേഷണം എന്നിവയ്ക്ക് കൂടുതൽ പണം ചെലവിടുക. നിത്യവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനവില, അഥവാ വളരെ വലിയ ഇന്ധനവിലയാണ് ഇപ്പോൾ ഉള്ളത്. ആ ഇന്ധനവില കുറച്ച് ഏറ്റവും
ചുരുങ്ങിയത് ഒരു 65 രൂപ 70 രൂപ എന്ന നിലയിലേക്ക് ഡീസലിന്റെ വില കൊണ്ടുവരിക. ഇന്ത്യയുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതി ഒഴിവാക്കുക. ഇത്തരത്തിൽ നാം മാറി ചിന്തിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ബജറ്റ് മാറിയില്ലെങ്കിൽ ഇന്ത്യക്ക് ഇനി മുന്നോട്ട് ഭാവിയില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റുകൾ കൃത്യമായി ചിന്തിച്ച് ബുദ്ധിയും ബോധവുമുള്ളവരെ സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വളരെ നല്ല രീതിയിലുള്ള വലിയ പദ്ധതികളോടും കൂടിയും ആസൂത്രണത്തോടും കൂടിയുമുള്ള നീക്കത്തിലൂടെ മാത്രമേ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വരാനിരിക്കുന്ന ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് നിങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. നാം അറിയപ്പെടാത്ത വളരെ വലിയ ഒരു സാമ്പത്തിക വിപത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ഈ വിവരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഇതൊരു സർക്കാർ പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ അല്ല, നമ്മുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഭാവിയുടെ പ്രശ്നമാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വിഷയവുമായി. നന്ദി, നമസ്കാരം.